കഴിഞ്ഞ ദിവസമായിരുന്നു ദീപ്തി സീതത്തോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൻ്റെ മുൻ ഭർത്താവിനെക്കുറിച്ചും തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചൊക്കെ ഫുള്ളായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു 40 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിടം തൊട്ടുള്ള കാര്യങ്ങളും അതിനുശേഷം വേർപിരിഞ്ഞതും അടുത്ത കല്യാണം കഴിച്ചതും ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹസ്ബൻഡിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു തുറന്ന് പറച്ചിലിൽ കുറേയധികം പേർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ദീപ്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമാണ്. ഇവൾ പറയുന്ന കള്ളമാണ്, ഭർത്താവിൻ്റെ ഭാഗം കൂടെ ഫുള്ളായിട്ട് കേൾക്കണം, ഉറപ്പായിട്ടും ഭർത്താവിൻ്റെ ഭാഗം ഫുള്ളായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് ദീപ്തിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കമൻറ്റ് ബോക്സിൽ ദീപ്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ്. ഇവൾ പറയുന്ന കള്ളമാണ്. ഈ കമൻറ്റ് ബോക്സ് ഇടുന്നവർ, കമൻറ്റൊക്കെ ഇടുന്നവരെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ച് താമസിച്ച കണക്കാണ്. ഇവർക്കെല്ലാം അറിയാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും മറ്റൊരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. പക്ഷെ അല്ലാതെ ആ ഒരു വ്യക്തി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അല്ലാതെ ബാക്കിയുള്ള നാട്ടുകാർക്കാണ് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയാവുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് റിയാക്ട് ചെയ്ത കുറേയധികം പേരുടെ വീഡിയോസിന് താഴെയും പോയി എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപ്തിയെ പറ്റി ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ അവൾ ശരിയല്ല, അവൾ കാണിക്കുന്നതൊക്കെ നാടകമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കും അറിയാത്ത ഒരു കാര്യം, നിങ്ങൾക്കും മറു സൈഡ് അറിയത്തില്ല, അങ്ങനെ തന്നെ വെച്ചു. ആ ഒരു പുള്ളിക്കാരനെ അറിയാതെ നിങ്ങൾ തന്നെ എങ്ങനെ തീരുമാനിക്കും ദീപ്തി ചെയ്ത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം? പുള്ളിക്കാരൻ പറയാനുണ്ടെങ്കിൽ പുള്ളിക്കാരനെ വീഡിയോ ഇട്ട് പറയണം, എന്നാലേ അത് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ കമൻറ്റ്സ് ഇടുന്നവരൊക്കെ ഭയങ്കര ദീപ്തി ചെയ്ത് തെറ്റാണ്, ദീപ്തിയാണ് തെറ്റെന്നൊക്കെ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ അടുത്തറിയാവുന്നവരാണെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ 24 മണിക്കൂർ അവരുടെ കൂടെയൊന്നും ഇല്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് നോക്കിയും കണ്ടുമൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കമൻസാണ് പോകുന്നത്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തുള്ള കമൻറ്റും കാര്യങ്ങളും ഇടുമ്പോൾ നോക്കിയിടുക. കാരണം ദീപ്തി ടീച്ചർ ചിലപ്പോൾ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇട്ട് പോയാൽ ഇതേ കണക്ക് കമൻസൊക്കെ ഇടുന്നവർക്ക് പ്രശ്നമാവാം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാം, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു എതിർപ്പ് വരുമ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതിന് ഇവിടെ ആരും ഒന്നും തന്നെ പറയുന്നില്ല. നമുക്ക് ഓക്കെ, ഈ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നതിനൊന്നും കുഴപ്പമില്ല. എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആരായിരുന്നാലും ശരി, നമ്മളിതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും അത് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. അതുപോലെ തന്നെ ഇപ്പം അവർ കുറേ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആദിവാസി കുട്ടികളുടെ കാര്യം എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ആദ്യ സമയത്തൊക്കെ ഇത് കണക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ച് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെയും ഉണ്ടായിരുന്നു. അത് ചെയ്യാതിരുന്ന സമയത്ത് ഇപ്പോൾ എന്തോ ആരും സഹായിക്കുന്നില്ല, അങ്ങനെയും പറഞ്ഞ് കുറേയധികം കമൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന് ദീപ്തി തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്താലും തെറ്റാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നവരോട് പറയാനുള്ള കാര്യം, അവരെ വെറുതെ വിടുക. നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോവുക. അവരെ വെറുതെ വിട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക.